ഈശോയ്ക്കും ദൈവമാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ തൃശ്ശൂർ അമലനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2025 മാർച്ച് 21 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസത്തിൽ എൻ്റെ മകള് ടീനയ്ക്ക് ഒരസുഖം വന്നതിൻ്റെ സൗഖ്യം കിട്ടിയതിന് സാക്ഷ്യമാണ് ഞാനിന്നിവിടെ രേഖപ്പെടുത്തുന്നത്. എൻ്റെ മകൾക്ക് 2-3 ദിവസങ്ങളായി കടുത്ത വയറുവേദനയും ഛർദിയും ആയിരുന്നു. അത് കൂടി വന്നപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ തന്നെ അവരെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവിടെ വലിയ ഒരു നീർക്കെട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു തടിപ്പും വയറിൽ ആമാശയത്തിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. വയറുവേദനയും ഛർദിയും കൂടുതലായി രാത്രിയായപ്പോഴേക്കും അവശയായി തീർന്നു. ഉടനെ വയറിൽ ഫ്ലൂയിഡ് എടുക്കാനായിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ തിരുവചനം വിശുദ്ധ ലൂക്ക, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, വിശുദ്ധ ലൂക്ക 1:37 എന്ന തിരുവചനം എനിക്ക് ശക്തി പകർന്നു. ഒപ്പം തന്നെ ഞാൻ മകളുടെ വയറിലെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടിരുന്നു. ഉപ്പ് വെള്ളത്തിലിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. പക്ഷേ വെള്ളമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അമ്മ മാതാവ് വഴി ഈ തിരുക്കുമാരൻ എല്ലാ സൗഖ്യവും എൻ്റെ മകൾക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും എപ്പോഴോ മയങ്ങിപ്പോയപ്പോൾ ഒരു കടുത്ത നീല വെളിച്ചം, ഇളം നീല വെളിച്ചം എൻ്റെ മോളുടെ തലയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ അവളെ സുഖപ്പെടുത്താനായിട്ട് അമ്മ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് യാതൊന്നും പേടിക്കാനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ആ വെളിച്ചം പതുക്കെ മറഞ്ഞുപോയി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ ഉറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞു, മോളെ നീ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അമ്മ നിൻ്റെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും നിനക്ക് സൗഖ്യം നൽകി. അതിനെ അവിടെ CT സ്കാൻ എടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ CT സ്കാൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം അവരെ സ്കാൻ ചെയ്തത് തലേ ദിവസമാണ്. അന്ന് രാത്രിയാണ് അമ്മ അവളുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇനി വരുന്ന റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പം അവൾക്കുണ്ടാവില്ല. അവർ പറഞ്ഞു, വയറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് 10 ദിവസത്തിന് ശേഷമാണ് ഇനി അടുത്ത എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇൻഫ്ലമേഷനൊക്കെ മാറണം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ തൃശ്ശൂർ CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ മകൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ സർജനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി 10 ദിവസം കഴിഞ്ഞ് അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അവിടെ തടിപ്പൊന്നും കാണാനില്ല, ഒപ്പം തന്നെ എല്ലാ ഇൻഫ്ലമേഷനും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇനി 3ാമതായിട്ട് അവർ പറഞ്ഞ പ്രശ്നം ആമാശയ ഭിത്തിയുടെ കനം കൂടുതലാണ്, അത് കുറയണമെങ്കിൽ 1.5 മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 1.5 മാസം തുടർച്ചയായിട്ട് കൃപാസന മാതാവിനോട് പ്രത്യേകം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എൻ്റെ മകളെ എന്ന് ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ എല്ലാ നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി തൈലം പൂശുകയും ഉപ്പ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച മാത്രമാണ് അവൾക്ക് ലീവ് എടുക്കേണ്ടി വന്നത്. തുടർന്ന് അവൾ ജോലിക്ക് പോയി. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വെല്ലൂർ കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു,
തടിപ്പല്ല, ആമാശയത്തിൻ്റെ ഭിത്തി കനം വളരെ കുറഞ്ഞു. ഞാൻ ഈ അത്ഭുത സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചത് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. ഈ സൗഖ്യം നേടിത്തന്ന അമ്മയ്ക്കും പരിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ ഞാനിവിടെ അർപ്പിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ വിവരം ഒന്നും കൂടെ വിശദമായി പറയാൻ ഞാൻ മകൾക്ക് കൊടുക്കും. എൻ്റെ പേര് ടീന. ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മി ഒരുവിധം എല്ലാം പറഞ്ഞു. ആകെയുള്ളത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ എൻ്റെ ചിന്ത പോയത്, ഇത് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ പോലും ഒരു സർജറി വേണ്ടി വന്നേനെ. കാരണം ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോവേണ്ട ആ വഴി മൊത്തം അടഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി അതിന് വേണ്ടിയെങ്കിലും ഒരു സർജറി വേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇല്ല, ഞാൻ നീലവെളിച്ചം കണ്ടതാണ്, ഞാൻ മാതാവിനെ നിൻ്റെ അടുത്ത് കണ്ടതാണ്, അതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് വേദന വന്നിട്ടില്ല. പിറ്റത്തെ ദിവസം തൊട്ട് ഛർദി നിന്നു. ഭക്ഷണം കഴിച്ചിട്ട് അതിൽ പിന്നെ ഈ 2 മാസത്തിൽ ഒരിക്കൽ പോലും വേദന വരികയോ ഛർദി ഉണ്ടാവുകയോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇത്രയും വലിയൊരു സൗഖ്യം വന്നത് കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, ആവേ മരിയ.